കേരള വോട്ടർ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും രാഷ്ട്രീയ വിഷയങ്ങളെ അക്കാദമികമായും നിഷ്പക്ഷമായും പഠിക്കുന്ന ഒരു വെബ്സൈറ്റാണ്. കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ നിന്നും 100 വീതം സാമ്പിളുകൾ എടുത്തുകൊണ്ട് 12 ചോദ്യങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് കക്ഷി രാഷ്ട്രീയത്തിന് പുറത്ത് എങ്ങനെയാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ അക്കാദമികമായി പഠിക്കാനാവുക എന്നൊരു അന്വേഷണമാണ് ഈ പഠനത്തിലൂടെ, ഈ സർവേയിലൂടെ കേരള വോട്ടർ നടത്തിയിട്ടുള്ളത്. നമ്മുടെ ചർച്ചയിൽ പങ്കുചേരുന്നത് കേരളത്തിൻ്റെ അക്കാദമിക, ബൗദ്ധിക, സാംസ്കാരിക സാന്നിധ്യമായ കേരളത്തിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ നിതാന്ത സഹചാരിയായ ഡോക്ടർ GS പ്രദീപ് സാറാണ്. സാറിന് സ്വാഗതം. അക്കാദമിഷ്യനും അധ്യാപകനും കേരള യൂണിവേഴ്സിറ്റി മലയാളം വിഭാഗം മേധാവിയും എഴുത്തുകാരനും എല്ലാ കാലത്തും കോൺഗ്രസിൻ്റെ അനുയാത്രികനുമായിട്ടുള്ള ഡോക്ടർ പ്രൊഫസർ പനേറ അജയൻ സാറാണ് നമ്മളോടൊപ്പം ചർച്ചയ്ക്ക് ചേരുന്ന രണ്ടാമത്തെ അതിഥി. അദ്ദേഹത്തിനും സ്വാഗതം. കാസർഗോഡ് മുതൽ തുടങ്ങാവുന്ന ഒരു മണ്ഡലം കേന്ദ്രീകരിച്ചിട്ടുള്ള സർവേ. അതിൽ കാഞ്ഞങ്ങാട് ആണ് ആദ്യം. ഇതിൽ 48% ആളുകൾ കാഞ്ഞങ്ങാട് LDFനെ അനുകൂലിക്കുന്നു, 36% പേര് UDFനെ, 12% പേര് NDA. പ്രത്യേകിച്ച് വടക്ക് മലബാറിന്റെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷമല്ല കാസർഗോഡിൻ്റെതെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. കാഞ്ഞങ്ങാട് പക്ഷേ ഒരു എല്ലാ കാലത്തും ഒരു LDF മണ്ഡലമാണ്. CPI സ്ഥിരമായി ജയിക്കുന്ന ഒരു മണ്ഡലമാണ്. കാഞ്ഞങ്ങാട് LDF മണ്ഡലമാണ് എല്ലാ കാലങ്ങളിലും. ഈ നഗരസഭ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും കാഞ്ഞങ്ങാട് LDFന് തന്നെയായിരുന്നു ഭൂരിപക്ഷം. കാസർഗോഡേക്ക് വരുമ്പോഴത്തേക്കും അന്തരീക്ഷം മാറുന്നുണ്ട്. കാസർഗോഡ് നമുക്കറിയാം BJP വളരെ കാലമായി പ്രതീക്ഷ വെക്കുന്ന കാസർഗോഡ് മഞ്ചേശ്വരം 2 മണ്ഡലങ്ങളാണ്. അവിടെ വന്നിരിക്കുന്നത് LDF 21%, 3-ാം സ്ഥാനത്താണ്. UDF 36%, NDA താരതമ്യേന മെച്ചപ്പെട്ട ഭൂരിപക്ഷത്തിൽ 41% ആണ് NDA സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുള്ളത്. മഞ്ചേശ്വരം അല്ല, കാസർഗോഡ്. കാസർഗോഡ് NDA ആണ് 41%. അത് എനിക്ക് അതിനോടൊപ്പം ചേർക്കാനുള്ളത് BJPയുടെ കേരളത്തിലെ വളർച്ച, പ്രത്യേകിച്ചും ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 20% എന്ന് പറയുന്ന വലിയൊരു താരതമ്യേന മെച്ചപ്പെട്ട ഒരു വോട്ട് ശതമാനം അവർ നേടി. കാസർഗോഡ് കഴിഞ്ഞ ജയിക്കുമെന്ന പ്രതീതി ഉണ്ടായ സ്ഥലമല്ല. അതാ ഞാൻ സോഷ്യൽ ഫാബ്രിക്കിൽ മാറ്റം വരുന്നുണ്ടോ എന്നുള്ളതാണ് പറഞ്ഞ പോലെ. നമ്മൾ കേരളത്തിൽ പൊതുവെ നോക്കുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPക്ക് സീറ്റുകൾ കുറഞ്ഞു, പക്ഷേ വോട്ടിംഗ് ഷെയർ അവർക്ക്. അത് മാത്രമല്ല, അവർ ചില മണ്ഡലങ്ങളെ മാത്രമാണ് ഫോക്കസ് ചെയ്ത് പ്രവർത്തിച്ചത് എന്നുള്ളതും പ്രധാനമാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പോലും അവർ എല്ലായിടത്തും ഒന്നും 41 എന്ന് പറയുമ്പോൾ, പക്ഷെ കാസർഗോഡ് എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. 21% സർവേ കാസർഗോഡിന്റെ അത് ഞാൻ വിശ്വസിക്കുന്നില്ല. മഞ്ചേശ്വരം ആദ്യകാലം മുതൽക്ക് കാസർഗോഡ് അങ്ങനെ അത്ര പെട്ടെന്നൊരു ഷിഫ്റ്റ് വരാൻ ഉള്ള സാഹചര്യം എന്താണെന്നുള്ളത് അതാണ് സവിശേഷ കാരണം. കേസ് വന്നിരുന്നല്ലോ, സാമ്പത്തിക തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് മറ്റേ ഗോൾഡ് ഫാഷൻ ഗോൾഡ് അല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ പോലും പ്രാദേശിക സാഹചര്യം. അവിടെ LDF എത്ര സ്ഥാനത്ത്? 3-ാം സ്ഥാനത്താണ്. അപ്പൊ അതാണ് നമ്മൾ യുക്തി എങ്ങനെ ശരിയാവും? ഷാജി എഫക്റ്റോ അല്ലെങ്കിൽ ഇതോ വരികയാണെങ്കിൽ LDF ആണ് രണ്ടാമത് വരേണ്ടത്. 2-ാം സ്ഥാനത്ത് 1-ാം സ്ഥാനത്ത് വരണം. മഞ്ചേശ്വരം നമുക്കറിയാം, വർഷങ്ങളായി വലിയ കാലം മുതലേ BJPക്ക് സ്വാധീനമുള്ള മണ്ഡലമാണ്. BJP ഒരു ഗോൾഡൻ ഐ കൊടുക്കുന്ന മണ്ഡലമാണ്. BJP തന്നെയാണ് അവിടെ 1-ാം സ്ഥാനത്ത് പറയുന്നത്. 39% പേര്, 38% പേര് UDF. NDA ആണ് 1-ാം സ്ഥാനത്ത്, 39% പേര്, UDF 38, LDF 21% പേര്. പക്ഷെ മഞ്ചേശ്വരത്ത് കഴിഞ്ഞ ചില വിവാദങ്ങൾ NDAക്ക് വലിയ തിരിച്ചടിയാവും. അതുകൊണ്ടാണ് 1% മാത്രം താരതമ്യേന കുറെ കൂടെ കാസർഗോഡിൽ നല്ല എഡ്ജ് കാണിച്ച സ്ഥിതിക്ക് മഞ്ചേശ്വരത്ത് വലിയ മെച്ചപ്പെട്ട എഡ്ജ് കാണിക്കേണ്ടതാണ്. അവിടെയും LDFന്റെ വോട്ടിംഗ് ഷെയർ വളരെ കുറവാണ്. VV രമേശൻ കുറെ വോട്ട് പിടിച്ചതാണ് അവിടെ. തൃക്കരിപ്പൂർ 49% LDF, 40 UDF, 8% NDA. തൃക്കരിപ്പൂർ. ഉദുമ 48% LDF, UDF 42, NDA 12%. NDA താരതമ്യേന പിന്നിലാണ്. LDF 2% എഡ്ജാണ് പറയുന്നത്. 2% എഡ്ജ്. അതിലെനിക്ക് വ്യത്യാസമുണ്ട്. വാർത്തകളിലൊക്കെ ഉദുമയിൽ അങ്ങനെ ചെറിയ പ്രശ്നങ്ങളൊക്കെ കേൾക്കുമെങ്കിലും ഉദുമയുടെ രാഷ്ട്രീയ സാഹചര്യത്തിൽ LDFന്റെ ലീഡ് 2% കൂടുതലുണ്ടാവും. പക്ഷെ നമ്മളൊരു സർവേ അതിന്റെ സ്പിരിറ്റിൽ ഉൾക്കൊള്ളുകയാണെങ്കിൽ കുറഞ്ഞത് ഒരു 5% മാർജിൻ ഇല്ലാത്തതൊന്നും നമുക്ക് പ്രവചിക്കാൻ പൂർണ്ണാർത്ഥത്തിൽ പറ്റണമെന്നില്ല. 5% മാർജിനെങ്കിലും ഉള്ളതാണ് നമുക്ക് അതെ ഭിന്നബിലിറ്റി എന്ന് പറയാം. അല്ലാത്തതെല്ലാം പാലത്തിന്മേൽ ആംബിവാലൻസ് ഉണ്ട് അതിൽ. കണ്ണൂർ
അഴീക്കോടാണ് ഒന്നാമത്തെ മണ്ഡലമായിട്ട് സൂചിപ്പിക്കുന്നത്. അഴീക്കോട് 44% LDF, UDF 41, NDA 11. 3% വ്യത്യാസം. അഴീക്കോട് LDF മുന്നിൽ എന്നുള്ള അർത്ഥത്തിലാണ്. ധർമ്മടം 60%, വലിയ ഭൂരിപക്ഷത്തിൽ 60% ഒരു വിന്നബിൾ മെജോറിറ്റി LDF, 27% UDF, 10% NDA. കഴിഞ്ഞ വർഷത്തെക്കാൾ കൂടുതൽ ഭൂരിപക്ഷം എന്ന അർത്ഥത്തിൽ. തീർച്ചയായും എനിക്ക് തോന്നുന്നു ധർമ്മടം ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും കണ്ടതാണ്. കാരണം 5 വർഷങ്ങൾ കഴിഞ്ഞുള്ള പിണറായി വിജയനേക്കാൾ കൂടുതൽ കരുത്തനാണ് ധർമ്മടത്തിന് ഇപ്പോഴുള്ള പിണറായി. മാത്രമല്ല വളരെ വിസിബിളായ വലിയ വികസന പദ്ധതികൾ ധർമ്മടം വന്നിട്ടുണ്ട്. ഇരിക്കൂർ LDF 42, UDF 51, NDA 6 എന്ന അർത്ഥത്തിൽ ക്ലിയർ ആണ്. കല്യാശ്ശേരി LDF 59, UDF 31, NDA 8. കല്യാശ്ശേരി ബിജിന്റെ മണ്ഡലമാണ്. സജീവമായിട്ടുള്ള പ്രവർത്തികൾ. കണ്ണൂർ 43 LDF, 44 UDF, NDA 9%. കണ്ണൂരിനെ സംബന്ധിച്ചും കണ്ണൂർ ഇത്തവണ UDF ജയിക്കുമെന്നാണല്ലേ? അതെ, 1%. കഴിഞ്ഞ തവണ UDF ജയിക്കുമെന്നായിരുന്നു കരുതിയിരുന്നത്. പക്ഷെ കടന്നപ്പള്ളി ഇതൊക്കെ ഇനി മാറ്റം വരും. ഇപ്പൊ ആളുകളുടെ ശാരീരികാവസ്ഥ പല ഘടകങ്ങളും ഇപ്പൊ ഇന്നിപ്പോ കടന്നപ്പള്ളി ഹോസ്പിറ്റലൈസ്, ഇതൊക്കെ ഈ സർവേകളെല്ലാം വ്യക്തികൾ മാറുന്നതിനനുസരിച്ച്. കൂത്തുപറമ്പ് LDF 44, UDF 40, NDA 14. മട്ടന്നൂര് LDF 58, UDF 26, NDA 12. ടീച്ചറായിരിക്കും. പയ്യന്നൂര് LDF ക്ലാരിറ്റി വരത്തുള്ളൂ. പയ്യന്നൂര് LDF 58, UDF 31, NDA 10. പയ്യന്നൂരിലെ വിഷയങ്ങളൊന്നും അവിടുത്തെ രാഷ്ട്രീയത്തെ ബാധിക്കില്ല. അത് ഇനിയാണ് നമ്മൾ ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഇനി ഇങ്ങനെ പതുക്കെ ഇത് എന്താവും അറിയാം. പേരാവൂർ 45, 45 ടൈ ആണ്. പേരാവൂരിൽ അന്തരീക്ഷം അങ്ങനെയുണ്ട്. കഴിഞ്ഞ തവണ തന്നെ പേരാവൂർ ജയിക്കുമെന്നാണ് കരുതിയിരുന്ന LDF ക്യാമ്പുകൾ. എനിക്ക് തോന്നുന്നു പേരാവൂരിൽ ഇത്തവണത്തെ സ്ഥാനാർത്ഥി നിർണയത്തിലും ഒക്കെ സണ്ണി ജോസഫാണെന്നാണ് ഇപ്പോഴും വരെയുള്ളൊരു. തളിപ്പറമ്പ് 48 LDF, UDF 44. തളിപ്പറമ്പിലും ഭൂരിപക്ഷം കുറച്ചുകൂടി കൂടാൻ LDFന് സാധ്യതയുണ്ട് സ്ഥാനാർത്ഥി നിർണയം അനുസരിച്ച്. ഇതിലിപ്പോൾ നമ്മൾ ഈ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ മൊത്തത്തിൽ നോക്കുമ്പോൾ മലബാറിലെ മണ്ഡലങ്ങളിൽ NDA ഉണ്ടാക്കുന്ന ഒരു പ്രസൻസ് ഉണ്ട്. അത് ഈ ഇതിനപ്പുറത്തേക്ക് പോയാൽ കണ്ണൂർ നിലവിൽ മാറി. കണ്ണൂർ താരതമ്യേന മറ്റ് മണ്ഡലങ്ങൾ, മറ്റ് ജില്ലകൾ വെച്ച് നോക്കുമ്പോൾ NDA താരതമ്യേന കുറവാണ്. 10-12 മാത്രമാണ് പരമാവധി തദ്ദേശ തെരഞ്ഞെടുപ്പിലുള്ള NDAയുടെ വർധനവ് കണ്ണൂരിൽ നിയമസഭ. പക്ഷേ എന്നാലും താരതമ്യേന പലയിടത്തും 10% വരുന്നുണ്ട്. 10-12 ഒക്കെ വരിക എന്ന് പറഞ്ഞാൽ അത് അതിൽ കൂടിയാൽ ഈ നമ്മളെ വിചാരിക്കുന്ന മുഴുവൻ. എനിക്ക് തോന്നുന്നു കണ്ണൂര്, മലപ്പുറം, കോഴിക്കോട് മാത്രമാണ് ഈ ശതമാനമുള്ളൂ. ബാക്കിയെടുത്ത് വലിയ വ്യത്യാസം, താരതമ്യം നല്ല വ്യത്യാസമുണ്ട്. തലശ്ശേരി 54 LDF, UDF 33, NDA 9. തലശ്ശേരിയിൽ മാറ്റമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം തലശ്ശേരിയിൽ കഴിഞ്ഞ BJP സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല. അല്ല, തലശ്ശേരി ഇപ്പൊ ഷംസീർ തന്നെ ആയിരിക്കും വീണ്ടും അതെ സ്ഥാനാർത്ഥി. അല്ല, തലശ്ശേരിയിൽ കഴിഞ്ഞ തവണ BJP സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല. BJP വോട്ടുകൾ മുഴുവൻ UDF ക്യാമ്പിലേക്കാണ് പോയത് കഴിഞ്ഞ തവണ. പക്ഷെ എങ്കിലും തമ്പിങ് മെജോറിറ്റി ആയിരുന്നു കിട്ടിയത്. തലശ്ശേരിയിൽ സ്ഥാനാർത്ഥി ആരാണെങ്കിലും അത് മാറ്റം ഉണ്ടാകില്ല. BJP എന്തായാലും ഇത്തവണ സ്ഥാനാർത്ഥി ഉണ്ടാവും ഉറപ്പല്ലേ? വയനാട് വലിയ രാഷ്ട്രീയ സംവാദങ്ങൾ നടക്കുന്നൊരു പ്രദേശമാണ്. നിലവിൽ 2 സീറ്റ് UDFും 1 സീറ്റ് LDFും അല്ലേ? അതെ. കൽപ്പറ്റ 43% LDF, UDF 41, NDA 11. കൽപ്പറ്റ LDF ജയിക്കുമെന്നാണ്. LDF 2% എന്നുള്ളതാണ് കാണിക്കുന്നത്. കണക്ക് കൂട്ടണ്ടെന്നുള്ളതാണല്ലേ 2%. മറ്റേ സുൽത്താൻ ബത്തേരിയും മാനന്തവാടി LDFന് 6% ഭൂരിപക്ഷം, 47, UDF 40. മാനന്തവാടി ശ്രീ OR കേളു. അദ്ദേഹം എപ്പോഴും ജനകീയനാണ് അവിടെ. മന്ത്രി എന്നുള്ള ഒരു എഡ്ജും സ്വാഭാവികമായിട്ട്. അല്ല, അതിലെങ്കിലും അദ്ദേഹം ജനകീയനാണ്. സുൽത്താൻ ബത്തേരിയിൽ 42 LDF, UDF 43, NDA 13. വയനാട് ഇപ്പോൾ മൊത്തത്തിൽ വയനാട് ജില്ല അത് ഈ തദ്ദേശ സ്വയംഭരണത്തിൽ കണ്ട ഒരു അത്ഭുതമാണല്ലോ. എനിക്ക് തോന്നുന്നു അത് ND അപ്പച്ചൻ അദ്ദേഹത്തിന്റെ ആത്മഹത്യ വിഷയം. വയനാട് ഒരിക്കലും ഇങ്ങനെ അല്ലല്ലോ ഒരു സർവേ റിപ്പോർട്ട് സാധാരണ സാധാരണ കഴിഞ്ഞ പോലെ തന്നെ 2-1 തന്നെ നിൽക്കും. 2-1 തന്നെ നിൽക്കാനാണ് സാധ്യത. അതിലുള്ളത് മാറാൻ സാധ്യതയില്ല. കോഴിക്കോട് എനിക്ക് തോന്നുന്നു വടകര LDF 44, UDF 43, BJP 11. വടകര നഗരസഭ ഇത്തവണ LDFനാണ് ലഭിച്ചത് തദ്ദേശ സ്വയംഭരണം. അതെ, വടകര
തദ്ദേശ സ്വയംഭരണത്തിൽ LDF-നൊപ്പം പക്ഷെ വടകര എന്തായാലും എനിക്കിതിന് ഈ ഉം. സർവേയോട് എനിക്ക് വിയോജിപ്പുണ്ട്. ഇപ്പം എത്ര ശതമാനം ഡിഫറൻസ്? 1% 1% പോലും കാരണം BJP എത്ര 11 താരതമ്യേന 11%. അടുത്തത് നോക്കാം. കുറ്റ്യാടി 46 LDF, 45 UDF, 6% BJP. 1% ഉള്ളൂ. അതും പറയാം. അതെന്താണെന്നറിയാം, ഞാനിപ്പോൾ ഇതിനി പറയുന്നത് കോഴിക്കോട് KP കുഞ്ഞമ്പ മാസ്റ്റർ അല്ലേ? അതെ. കുറ്റ്യാടി പേരാമ്പ്ര മണ്ഡലങ്ങളിൽ UDF കഴിഞ്ഞ കുറേ മാസങ്ങളായി, അത് ഷാഫി പറമ്പിൽ എഫക്റ്റ് എന്ന് പറയാം. അത് എന്താണെന്ന് അറിയില്ല. പേരാമ്പ്ര നോക്കൂ. അടുത്ത ഏതാ? കൊയിലാണ്ടി നാദാപുരം 46 LDF, UDF 45, BJP 7. 1%-ന്റെ അഞ്ചാണ്. 1%-ന്റെ 5. ഞാൻ പറഞ്ഞ കോഴിക്കോട് നമ്മൾ വലിയ കൊയിലാണ്ടി 44 LDF, UDF 42, BJP 12. 2%. ഒന്നും പറയാൻ പറ്റില്ലല്ലോ അല്ലേ? പേരാമ്പ്ര 48 LDF, UDF 42, BJP 7. പേരാമ്പ്ര ഞാൻ അതാ ചോദിച്ചത്. കാരണം പേരാമ്പ്ര ഈ പറഞ്ഞ രാഷ്ട്രീയ നിരീക്ഷണം സർവേയോടൊപ്പം നിൽക്കും ഞാൻ. കാരണം പേരാമ്പ്രയിൽ വേറൊരു അപകടമുണ്ട്. പേരാമ്പ്രയിൽ അപകടമല്ല, പേരാമ്പ്രയിൽ LDF-ന് അനുകൂലമായ സാഹചര്യം തന്നെയാണ് ഉള്ളത്. അതിൻ്റെ റീസൺ, പേരാമ്പ്ര നിയമസഭാ നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി കോൺഗ്രസിൽ നിന്നല്ല, അല്ല, മുസ്ലിം ലീഗിൽ നിന്നാണ്. കഴിഞ്ഞ തവണ മത്സരിച്ചത് CH ഇബ്രാഹിം കുട്ടി എന്നൊരു അതിന് മുമ്പ് മാണിയായിരുന്നു അവിടെ കുറേ കാലം ആയിരുന്നു. അത് മുസ്ലിം ലീഗ് ഏറ്റെടുക്കുകയും CH ഇബ്രാഹിം കുട്ടി എന്ന വ്യവസായിയാണ് മത്സരിക്കുകയും ചെയ്തത്. അതിന് മുമ്പിൽ മാണി കോൺഗ്രസ് മത്സരിച്ചപ്പോൾ TP രാമകൃഷ്ണൻ 5000-ൽ താഴ്ന്ന വോട്ടുകൾക്കാണ് ജയിച്ചത്. റോഷിയോസിനൊക്കെ അവിടെ മത്സരിച്ചിട്ടുണ്ട്. അവിടെ 5000-ൽ താഴ്ന്ന വോട്ടുകൾക്കാണ് ജയിച്ചത്. എന്നാൽ കഴിഞ്ഞ തവണ CH ഇബ്രാഹിം കുട്ടി മത്സരിച്ചപ്പോൾ ഏറെക്കുറെ 30,000-നും അടുപ്പിച്ച് വോട്ടിനാണ് ജയിച്ചത്. ഇക്കുറിയും പേരാമ്പ്രയിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി ആവും എന്നാണ് അറിയുന്നത്. സ്വാഭാവികമായും ഇടതുപക്ഷത്തിന് എഡ്ജുണ്ടെന്ന് തന്നെയാണ് അവിടുത്തെ പ്രാദേശിക. എന്തായാലും എനിക്ക് തോന്നുന്നത് പേരാമ്പ്ര പത്രത്തിൽ കാണുന്ന വാർത്തയല്ല. അവിടെ കോഴിക്കോട് എനിക്ക് അവിടെ അറിയാം. എനിക്ക് പേരാമ്പ്ര അറിയാലോ, മേപ്പയ്യൂരൊക്കെ പാർട്ടി കോട്ടയാണ്. പക്ഷെ സംഭവം എന്താ വെച്ചാല് കോഴിക്കോട് പണ്ടുണ്ടായിരുന്ന പേരാമ്പ്ര മണ്ഡലത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഫുള്ളി ലെഫ്റ്റിസ്റ്റ് ആണ് ആ മണ്ഡലം. ദക്ഷിണാമൂർത്തി. പക്ഷെ ഞാൻ കഴിഞ്ഞ കുറെ കാലം കൊണ്ട് അവിടുത്തെ ഒരു ചെറിയൊരു ചലനം ചെയ്യുന്നുണ്ട്. അത് ഒന്ന് ലീഗും കോൺഗ്രസും തമ്മിലുള്ളൊരു വലിയ ഐക്യം. അതാ ഞാൻ പറഞ്ഞത്. അതിൽ ഈ ഇവന്റെ ഈ ഷാഫിയുടെ ഒരു പങ്ക് എന്താണ് അതിന്റെ ഇമ്പാക്ട് എന്ന് എനിക്കറിയത്തില്ല. അതാണ് നമ്മൾ ബാലുശ്ശേരി 46 LDF, UDF 43, BJP 10, NDA 10. ബാലുശ്ശേരി 3% ഉള്ളൂ. 3% നിലവിൽ. ബാലുശ്ശേരി സ്ഥാനാർത്ഥികരണം കൂടി കഴിഞ്ഞു കഴിഞ്ഞാലാണ് അതറിയാൻ പറ്റുക. കഴിഞ്ഞ തവണ ധർമ്മജൻ പോൾ കാട്ടിയ സച്ചിൻ ഗംഭീര ഭൂരിപക്ഷത്തിനാണ് തോൽപ്പിച്ചത്. അടുത്തത് ഏലത്തൂർ 44 LDF, UDF 35, BJP 10. BJP 20 ഉണ്ട്. BJP 20. ഏലത്തൂര് വലിയ സാന്നിധ്യമാണ്. മന്ത്രി ശശീന്ദ്രന്റെ മണ്ഡലം. ഏലത്തൂരിൽ നല്ല മെജോറിറ്റി 20% BJPയും LDF-ന് 9%-ന്റെയാണ്. ഇതിലൊരു ഈ പ്രശ്നം ഇനി വരാൻ പോകുന്നത്, ഇപ്പൊ പണ്ട് നമുക്കറിയാം ഒരു NDA-യിലേക്കുള്ള വോട്ടിന്റെ ഒഴുക്കിന്റെ പാറ്റേൺ ആരെയാണ് ബാധിക്കുന്നതെന്ന് പണ്ട് അറിയാമായിരുന്നു. ഇപ്പൊ പ്രവചനാതീതമാണ്. അപ്പൊ അത് പറ്റില്ല. ഞാനൊക്കെ എപ്പോഴും പറയാറുള്ളതെന്ന് പറഞ്ഞാല് UDF എന്ന് പോകാനെല്ലാം പോയി കഴിഞ്ഞു. ഇനി വലുതായിട്ട് പോകാനില്ല, മാക്സിമം പോയി. ഇനി സൂക്ഷിക്കേണ്ടത് അതൊരു വാസ്തവമാണ്. നമ്മള് തദ്ദേശ തെരഞ്ഞെടുപ്പില് ശബരിമല വിഷയത്തിൽ LDF-ൽ നിന്ന് ഒരുപാട് വോട്ടുകൾ NDA-യിലേക്കും UDF-ലേക്കും പോയിട്ടുണ്ട്. പക്ഷേ ഈ ഇപ്പോ പുറത്തു വരുന്ന പുതിയ വാർത്തകളുടെ പശ്ചാത്തലത്തിൽ ശബരിമല വിവാദ വാർത്ത തെരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കുമെങ്കിൽ ഇക്കുറി UDF-നല്ല, അതിന്റെ അഡ്വാൻറ്റേജ് NDA-ക്ക് കിട്ടാനാണ് സാധ്യത. ശബരിമല ഇഷ്യൂ സത്യത്തിൽ ഏറ്റവും സെൻസിറ്റീവായിട്ട് നിന്നത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിനാണ്. അത് നമുക്ക് അത്രയും സെൻസിറ്റീവായി കാരണം അതിൻ്റെ ഒരു കുറേ കഴിയുമ്പോൾ ഒരേ വിഷയം തന്നെ കഴിയുമ്പോൾ മടുത്തു തുടങ്ങും. പക്ഷേ ഞാനീ പറഞ്ഞാണ് ഈ ഒഴുക്ക് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ആ ഷിഫ്റ്റ് മാറുന്നതായിട്ട് ഈ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ UDF-നെയാണ് ബാധിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ LDF-ന്റെ അതാണ് സംഭവിക്കാൻ പോകുന്നത്. അതാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രവചനാതീതമാകുന്നതിൻ്റെ ഒരു കാരണം. അതാണ് നമ്മൾ വിചാരിക്കുന്നത്. കോഴിക്കോട് സൗത്ത്, കോഴിക്കോട് നോർത്ത്, എനിക്കൊന്ന് കോഴിക്കോട് സൗത്തിൽ 38 LDF, UDF 41, BJP 20. മുനിയറിന്റെ BJPക്ക് വലിയ സ്വാധീനം 20%. കോഴിക്കോട് സൗത്തിൽ. കോഴിക്കോട് നോർത്തിൽ LDF 41, UDF 35, BJP 22. അത് NDA കുറച്ചുകൂടെ സ്വാധീനം നഗരത്തിൽ, എനിക്കൊന്ന് കേരളത്തിലെ മറ്റ് നഗരങ്ങളെ പോലെ തന്നെ, എറണാകുളം ഒഴിച്ച് മറ്റ് നഗരങ്ങളെ പോലെ തന്നെ പ്രധാനപ്പെട്ടൊരു രാഷ്ട്രീയ സംവിധാനമായിട്ട് മാറുന്നു എന്നുള്ളത്. ബേപ്പൂർ LDF 46, UDF 34, BJP 16. ഇന്ന് ബേപ്പൂരിൽ
മാറി വരുന്ന രാഷ്ട്രീയ സാഹചര്യം സാഹചര്യം. അനുസരിച്ചിരിക്കും. സ്ഥാനാർത്ഥി അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥി നിർണ്ണയത്തെ സംബന്ധിച്ച് ഓൾറെഡി ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അവിടെ പി വി പി അൻവർ വി അൻവർ വരുന്ന പി വി അല്ല, അൻവർ ഒരു ആ എഫക്ട് ചർച്ചയൊക്കെ വന്നതിന് ശേഷം നടത്തിയ സർവേ അല്ലേ ഇത് അതെ, പി വി അൻവർ ഒരു എഫക്ട് ഉണ്ടാവില്ല എന്നുള്ളതാണ് ഈ സർവേ തെളിയിക്കുന്നത്? തെളിയിക്കുന്നത്. കാരണം പി വി അൻവറിന്റെ മണ്ഡലം അല്ല അത്. എനിക്ക് നിഷ്പക്ഷമായി തോന്നിയത് ബേപ്പൂരിൽ പി വി അൻവറിനേക്കാൾ കൂടുതൽ മറ്റേതെങ്കിലും യു ഡി എഫ് സ്ഥാനാർത്ഥിയാണെങ്കിൽ കുറെ കൂടെ. കാരണം പി വി അൻവറിനെതിരെ യുഡിഎഫിനെ വി ഡി എസ് സതീശനുമായിട്ടുള്ള ബന്ധത്തെ അതെ 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 പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കുന്നമംഗലം 39 LDF, UDF 39, ടൈ ആണ്. ബി ജെ പിക്ക് 20%. 20% അല്ലേ? കുന്നമംഗലത്ത് PTA റഹീം ആയിരുന്നു കഴിഞ്ഞ LDF സ്വതന്ത്രനായിരുന്നു ജയിച്ചത്. കൊടുവള്ളിയിൽ 41 LDF, 9% ഭൂരിപക്ഷമാണ്. UDF 50, BJP 7%. യുഡിഎഫിന് 50%. അതെ അതെ അതെ. തിരുവമ്പാടി കൊടുവള്ളി മറ്റേ റസാഖ് അങ്ങനെ റസാഖ്, അതെ കാരാട് റസാഖിന്റെ. തിരുവമ്പാടി 45 LDF, UDF 44, BJP 7% തന്നെയാണ്. തിരുവമ്പാടി ലിൻഡോയുടെ മണ്ഡലമാണ്. അതെ. പക്ഷെ അത് എനിക്ക് തോന്നുന്നു ഈ ലിൻഡോയ്ക്കെതിരെ ഒരു ഫിസിക്കൽ കമന്റ് UDF വന്നിട്ടുണ്ട്. അതെങ്ങനെ അത് ഒരു അനുകൂലമായി മാറാനാണ് പൊതുവിൽ. നായക നാട്ടിൽ നല്ല മൈലേജ്. തിരുവമ്പാടി ഒരു കോൺഗ്രസ് മണ്ഡലമായിരുന്നു. അത് പിടിച്ചെടുക്കുകയായിരുന്നല്ലോ. ആ അപകട സമയത്തെല്ലാം ഒറ്റക്കാലും വെച്ചുകൊണ്ട് മാത്രമല്ല പുള്ളിയുടെ പെർഫോമൻസും വളരെ നല്ലൊരു പെർഫോമറാണ്. അയാൾ ഉണ്ടാകേണ്ട ആളാണ്. മലപ്പുറം കൊണ്ടോട്ടി LDF 38, UDF 51, BJP 7. 13%. ഏറനാട് UDF 56, LDF 36, BJP 6. 20%. നിലമ്പൂർ എനിക്കൊന്ന് പ്രധാനപ്പെട്ടൊരു മണ്ഡലമാണ്. അതിൽ UDF 48, LDF 40, BJP 8. UDFനാണ് വിജയം നിലവിൽ പറഞ്ഞിരിക്കുന്നത്. വണ്ടൂർ UDF 51, LDF 42, BJP 6. മഞ്ചേരി UDF 51, LDF 39, BJP 8. പെരിന്തൽമണ്ണയും UDFന് 47, LDFന് 46, BJPക്ക് 5. 1%-ാണ് പറയുന്നത്. കഴിഞ്ഞ തവണ അങ്ങനെ 50 സീറ്റ്. അല്ല, പെരിന്തൽമണ്ണ ഒരു ഇടതുപക്ഷ മണ്ഡലമായിരുന്നു. ഈ കഴിഞ്ഞ തവണ നജീബ് വന്ന് ചെറിയ മാർജിനാണ് ജയിച്ചത്. കഴിഞ്ഞ തവണ എനിക്ക് നമ്മുടെ KP മുഹമ്മദ് മുസ്തഫ അല്ലേ. മങ്കട UDF 48, LDF 47. മങ്കടയിൽ ഒരു ഫൈറ്റ് ഉണ്ട്. വേങ്ങര UDF 52, LDF 47. ഒരു 5%-ന്റെ എന്നാണ് കാണിക്കുന്നത്. വള്ളിക്കുന്ന് UDF 53, LDF 41 എന്നാണ് കാണിക്കുന്നത്. 12%. തിരൂരങ്ങാടിയും UDF 51, LDF 39, വലിയൊരു മെജോറിറ്റി തന്നെയാണ്. താനൂര് UDF 46, LDF 47. 1%-ന് താനൂര് മുന്നിൽ നിൽക്കുന്നതായിട്ടാണ് സർവേ. റഹ്മാനാണ് നിലവിൽ MLA. താനൂര് അത് പക്ഷേ താനൂര് പ്രഡിക്റ്റബിൾ അല്ല. 1% പോലും അതെ, മാറാം. തിരൂര് UDF 44, LDF 49. 5%-ന് തിരൂരിൽ 5% LDFന് അനുകൂലമാണ്. എനിക്ക് തോന്നുന്നത് ഇത് നമ്മളെ ഒന്ന് മൊത്തം വായിച്ചു പോയിട്ട് നമുക്കതിനെ കൺസോൾട്ടേറ്റ് ചെയ്ത് പറയുന്നതായിരിക്കും നല്ലത്. എന്താ ഞാൻ ചോദിക്കുന്ന, കോട്ടയ്ക്കൽ UDF 53, LDF 37, NDA 8. തവനൂർ UDF 45, LDF 46, NDA 6. പൊന്നാനി LDF 52, UDF 38, NDA 6. മലപ്പുറം UDF 59, LDF 33, NDA 4. ആകെ LDF 2, UDF 14 മലപ്പുറത്ത്. ഉറപ്പ് പറയാൻ പറ്റണം. ഉറപ്പില്ല. പൊന്നാനി ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം 1%. അതെ അതെ. പാലക്കാട് തൃത്താല LDF 48, UDF 44, BJP 10. തൃത്താല ഒരു ഫൈറ്റ് ആണ്. 4% LDF അല്ല, ടൈ ആണ് സൂചിപ്പിക്കുന്നത്. 44 LDF UDF. തരൂര് 49 LDF, UDF 34, NDA 15. സുബോധിന്റെ മണ്ഡലം അല്ലേ. പട്ടാമ്പി LDF 43, UDF 41, BJP അല്ലെങ്കിൽ NDA 11. പട്ടാമ്പി കുറച്ചുകൂടെ ടൈറ്റ് ആവും. മുഹസിൻ നല്ല മിടുക്കനാണ്, പക്ഷേ തേർഡ് ടേം ആണ്. 2%-ആണ് പറയുന്നത്. പാലക്കാട് LDF 29, UDF 32, BJP 34 ഒന്നാം സ്ഥാനത്ത് എന്ന നിലയിലാണ് കാണിക്കുന്നത്. പാലക്കാട് BJPയുടെ സ്വാധീനം സ്ഥാനാർത്ഥി ഒരു ഘടകമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ അതല്ല, അത് നമ്മൾ ഇപ്പൊ ഈ ചർച്ചയിൽ അയാളെ പേര് വരുന്നില്ലല്ലോ. നമ്മൾ കാരണം കേരളത്തിന്റെ സാഹചര്യത്തിൽ അയാളെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഒരു ഫാക്ടർ ആയിരുന്നില്ല. ഞാൻ പറഞ്ഞത് ഇപ്പൊ ഈ ശ്രീധരനെ പോലെ അങ്ങനെയുള്ളൊരു പൊതു സ്വീകാര്യതയുള്ള ഒരു സ്ഥാനാർത്ഥി വന്നാൽ, ഈ ശ്രീധരൻ ഇനി മത്സരിക്കുന്നില്ല എന്ന് പ്രഖ്യാപിച്ചു. ഈ ശ്രീധരനെ പോലെ മറ്റൊരാള്. വേറെ കാര്യമുണ്ട്. പാലക്കാട് ഈ ശ്രീധരൻ
പോലെ എന്ന് പറയുമ്പോൾ ഈ ശ്രീധരനെ തോൽപ്പിച്ചത് ഷാഫി ഷാഫിയാണ്, പറമ്പിൽ ഷാഫി പറമ്പിലാണ്. അതെ. അപ്പോൾ ഇത്തവണ ഷാഫി പറമ്പിലും ഇല്ല ഇല്ല, ഇല്ല അതാണ് മത്സരം നമ്മുടെ കിടക്കും. അതെ 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 സാധ്യത കൂടും. ഷാഫി ആണെങ്കിൽ അവിടെ ഒരു യോജിക്കാം നമുക്ക്. അതെന്താ ഷൊർണൂർ LDF 48, UDF 30, BJP 20, ഷൊർണൂർ നല്ല ഭൂരിപക്ഷം പറയുന്നു, 18%. 18%. മലമ്പുഴ LDF 42, UDF 32, BJP 22, BJP 22 22%. 22 നിൽക്കൂല. മലമ്പുഴയിൽ അല്ലേ? BJPയുടെ A ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്നാണ് ഒന്നാണ് മലമ്പുഴ. പാലക്കാട് പൊതുവിൽ പാലക്കാട്. വലിയ സ്വാധീനമായി കഴിഞ്ഞു. കാരണം അവർ കണക്ക് കൂട്ടുമ്പോൾ ഒരു ഏറ്റവും മത്സരമുള്ള ടോപ്പിലുള്ള മണ്ഡലങ്ങൾ 22% ഈ സർവേ വളരെ വളരെ കൂടുതലാണ്. അതാ ഒറ്റപ്പാലം LDF 44, UDF 39, NDA 15, മണ്ണാർക്കാട് LDF 48, UDF 42, BJP 8, കോങ്ങാട് LDF മണ്ണാർക്കാട് LDF പിടിക്കുമെന്നാണ് പറയുന്നത്. എന്നാണ് സർവേ ഫലം. കോങ്ങാട് LDF 47, UDF 30, NDA 13, ചിറ്റൂര് LDF 48, UDF 39, NDA 10. ചിറ്റൂർ അച്യുതൻ അല്ല, ഇയാള് കൃഷ്ണൻകുട്ടി ഇനി മത്സരിക്കുന്നില്ലല്ലോ. സുമേഷ് ഇപ്പം അവിടെ മത്സരിച്ചിട്ടുണ്ട്, അച്യുതൻ്റെ മോൻ. അവിടെ പണ്ട് അച്യുതനായിരുന്നപ്പോ തർക്കമില്ലായിരുന്നു, പിന്നെയാണ് അത് പോയത്. അപ്പൊ ഇനി എന്താണെന്നറിയാൻ. നെന്മാറ LDF 51, UDF 34, അല്ല, നെന്മാറയിൽ NDA 13. അത് ഏറെക്കുറെ ഉറപ്പാണ്. ആലത്തൂർ ഒരു പ്രധാനപ്പെട്ട മണ്ഡലമാണ്. LDF 51, UDF 37, BJP 10. ആലത്തൂരൊക്കെ പാർട്ടി കേന്ദ്രമാണ്. അവിടെ എത്ര ടോട്ടൽ സീറ്റുകൾ? ടോട്ടൽ LDF 9, UDF 1, ടൈ 1. തൃശ്ശൂർ ചാലക്കുടി LDF 39, UDF 44, NDA 13, 5% UDF 5 എന്ന നിലയിലാണ്. ചേലക്കര LDF 40, UDF 35, NDA 22. ഇന്ത്യ ഏറ്റവും 22%. ചേലക്കരയൊക്കെ വലിയ മുന്നേറ്റമാണ് NDA. ഗുരുവായൂര് LDF 41, UDF 37, NDA 19. ഗുരുവായൂർ NDA 19 വലിയ സ്വാധീനമുണ്ട്. ഇരിഞ്ഞാലക്കുട LDF 41, UDF 39, NDA 16. കയ്പമംഗലം LDF 50, UDF 36, NDA 12. കയ്പമംഗലത്ത് ടൈസൺ മാസ്റ്റർക്ക് അത്രയും ജനം എന്തുണ്ടല്ലേ അവിടെ? എനിക്ക് തദ്ദേശ സംവിധാനമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തുന്നുണ്ട്. കൊടുങ്ങല്ലൂർ LDF 41, UDF 36, NDA 20. കുന്നംകുളം LDF 41, UDF 39, NDA 17. ടൈറ്റാണ് കുന്നംകുളമൊക്കെ, 2%. മണലൂര് LDF 39, UDF 28, NDA 29. UDF 3-ാം സ്ഥാനം, NDA 2-ാം സ്ഥാനമാണ് മണലൂര് സൂചിപ്പിക്കുന്നത്. നാട്ടിക LDF 41, മണലൂർ മുരളി പെരുന്നെല്ലിയുടെ മണ്ഡലം അല്ലേ? നാട്ടിക LDF 41, UDF 38, NDA 19. ഒല്ലൂര് LDF 44, UDF 38, NDA 15. പുതുക്കാട് LDF 41, UDF 32, NDA 23. തൃശ്ശൂർ LDF 31, UDF 35, NDA 29. വടക്കശ്ശേരി തൃശ്ശൂർ ജില്ല, തൃശ്ശൂർ മണ്ഡലം UDF-നാണോ? അതെ അതെ അതെ. വടക്കാശ്ശേരി LDF വടക്കഞ്ചേരി LDF 40, വടക്കാഞ്ചേരി LDF 43, UDF 41, NDA 14. അതും 2%. ഒരു സുരേഷ് ഗോപി ഫാക്ടർ തൃശ്ശൂരിനെ ഉണ്ട് എന്ന് തൃശ്ശൂർ വിചാരിക്കുന്നു. സംഭവിക്കാൻ പോകുന്നത് സുരേഷ് ഗോപി ഏറ്റവും കുറഞ്ഞത് 15 ഏറ്റവും കുറഞ്ഞത്. അല്ല, സുരേഷ് ഗോപി MP ആയിരിക്കുന്നത് മറ്റ് രണ്ട് മുന്നണികൾക്കും എങ്ങനെ ഗുണപ്പെടും എന്നുള്ളത് ഞാൻ പറഞ്ഞ ഗുണപ്പെടും എന്ന് പറഞ്ഞാൽ ബാധിക്കും എന്നുള്ളത്. ബാധിക്കും. അത് മറ്റു മുന്നണികൾക്ക് പോസിറ്റീവ് ആവാനാണ് സാധ്യത, മറ്റു രണ്ട് മുന്നണികൾക്കും. കാരണം സർവേ ഫലങ്ങൾ കാണിക്കുന്നത് NDAയുടെ പൊതുവിലുള്ള വളർച്ച കാണിക്കുന്നുണ്ട്. പറഞ്ഞില്ലേ, ഒരു 5% താഴെയുള്ള ഫലങ്ങളെല്ലാം. അല്ല, NDAയുടെ വളർച്ചയാണ് ഞാൻ പറഞ്ഞത്. NDAയുടെ വളർച്ച ഏറ്റവും കുറവ്. അല്ല, NDAയുടെ വളർച്ച എന്താന്ന് വെച്ചാൽ, പുതുക്കാടൊക്കെ 22%. അല്ല, തൃശ്ശൂർ അത്രയും വളർന്നു എന്ന് നമ്മൾ ഇതിൽ കാണിക്കുമ്പോഴും ഈ വളർച്ച വേറെ ചില നെഗറ്റീവ് ഫാക്ടേഴ്സ് കൊണ്ട് റദ്ദായി പോകും. അതിനാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം എക്സ്പെക്ട് ചെയ്യുന്നത് ഇപ്പൊ ഇദ്ദേഹം MP ആയതിനു ശേഷം ഉണ്ടായിട്ടുള്ള ഒരു നെഗറ്റീവ് ഫാക്ടർ ഉണ്ട് അവിടെ. അത് കേരളം മുഴുവൻ ഉണ്ട്, അവിടെയുണ്ട്. അപ്പൊ അതെങ്ങനെ ബാധിക്കും എന്നുള്ളതാണ്. തൃശ്ശൂർ മണ്ഡലത്തിൽ ടോട്ടലിറ്റി തൃശ്ശൂർ LDF 11, UDF 2. നിലവിൽ എത്രയായിരുന്നു? 12-1 ഒന്ന് ആണ്. 12-1. ഇതിൽ 11-2 നിലവിൽ. തൃശ്ശൂർ മണ്ഡലം കൂടി UDF-ന് കിട്ടും. പക്ഷെ എനിക്ക് എൻ്റെ ഒരു കാഴ്ചപ്പാട് UDF അവിടെ നില മെച്ചപ്പെടുത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ ഈ സർവേയിലും ഒരു സീറ്റ് മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കി 3-4 സീറ്റുകളിലോളം 2% മെച്ചപ്പെടുത്താനുള്ളൊരു സാധ്യതയാണ് അവിടുത്തെ. എല്ലാം 1%, ഞാൻ നേരത്തെ പറഞ്ഞ ഘടകങ്ങളുണ്ടല്ലോ, ഈ എല്ലാം അല്ല, പക്ഷേ ചില മണ്ഡലങ്ങളിൽ ഒരു 1-2 എനിക്ക് തോന്നുന്നു. ഈ ഒല്ലൂരൊക്കെ അങ്ങനെ ഒരു ചിന്ത ഇല്ലാന്നാണ്. നല്ല ചില മണ്ഡലങ്ങള് നമ്മള്
കൃത്യമായി നമുക്കറിയാം. കാരണം ഇപ്പോൾ വടക്കാഞ്ചേരി പോലെ ഒക്കെയുള്ള മണ്ഡലങ്ങൾ വളരെ ക്ലിയറാണ്. നമുക്ക് സർവേ ഇല്ലാതെ നമുക്ക് സർവേ ഇല്ലാതെ തന്നെ എന്നെ നമുക്കറിയാം. ബോധ്യമാണ്. എറണാകുളം പെരുമ്പാവൂർ LDF 39, UDF 40, NDA 19, NDA 14. എറണാകുളത്ത് പെരുമ്പാവൂർ മണ്ഡലം സത്യത്തിൽ LDF ഇത്തവണ ജയിക്കുമെന്ന് വ്യക്തിപരമായി കരുതുന്ന ഒരാളാണ്. എന്റെ ഒരു ചോദ്യം, നമ്മൾ ഈ വ്യക്തിപരമായി ആഗ്രഹിക്കുക. പക്ഷേ പെരുമ്പാവൂരിൽ ഞാൻ അവിടുത്തെ ഒരു അന്തരീക്ഷം കൊണ്ട് പറയുക. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ കാൻഡിഡേറ്റ് മാറും അവിടെ. CPM സ്ഥാനാർത്ഥിയായി പെരുമ്പാവൂരിൽ അല്ല, അവിടെ UDF കാൻഡിഡേറ്റ് ചിലപ്പോൾ മാറാൻ, അവിടെ നിന്ന് മാറി വേറൊരു സ്ഥലത്തേക്ക് മാറാൻ പെരുമ്പാവൂരും കുന്നപ്പള്ളിയെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള സർവേ ആയിരിക്കും. പെരുമ്പാവൂരും കുന്നത്തുനാടും ഒരു പ്രത്യേകത, 2020 NDAയിലേക്ക് പ്രവേശിച്ച ശേഷമുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ്. കുന്നത്തുനാടും പെരുമ്പാവൂരും സ്വാധീനം അവർക്കുണ്ട്, വലിയ സ്വാധീനമുണ്ട്. അപ്പോൾ അതെങ്ങനെ ബാധിക്കും എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്കമാലി LDF 38, UDF 42, NDA 17. ആലുവ LDF 33, UDF 44, 11% എഡ്ജാണ് കാണിക്കുന്നത്. NDA 19. സ്വാഭാവികമായിട്ടും കളമശ്ശേരി LDF 41, UDF 39, NDA 16. പി രാജീവ് 2% പി രാജീവ്. പറവൂർ LDF 37, UDF 42, NDA 17. 5% ഉള്ളൂ. വൈപ്പിൻ LDF 41, UDF 39, NDA 16. വൈപ്പിനിൽ 2% നിലവിൽ കാണിക്കുന്നത്. നല്ല ജനകീയതയുണ്ട് വൈപ്പിന്. കൊച്ചി LDF 40, UDF 42, NDA 14. കൊച്ചി നിലവിൽ LDF സീറ്റായിരുന്നു. മാക്സി അല്ലേ? മാക്സി. തൃപ്പൂണിത്തറ LDF 40, UDF 42, NDA 14 തൃപ്പൂണിത്തുറ കാണിക്കുന്നത്. തൃപ്പൂണിത്തുറയിൽ UDFനാണോ വിജയസാധ്യത? 1% UDF എന്ന നിലയിലാണ്. എറണാകുളം LDF 35, UDF 42, NDA 19. തൃക്കാക്കര LDF 34, UDF 44, NDA 19. കുന്നത്തുനാടും 2020 ഒരു പ്രധാനപ്പെട്ട പോക്കറ്റാണ്. 34 LDF, UDF 33, NDA 30. എനിക്കൊന്ന് NDA ഫാക്ടറിൽ 30% 2020 വോട്ട് എന്തായാലും കാണണമല്ലോ. അത് ഈ 2020 എത്ര ശതമാനം അങ്ങോട്ട് പോയിട്ടുണ്ടെന്നുള്ള പ്രധാനപ്പെട്ട മൂന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അതെ, UDFിലേക്ക് ഒരു ഭാഗം വന്നിട്ടുണ്ട്. ഒരു ഭാഗം UDF, ഒരു ഭാഗം LDF, ഒരു ഭാഗം NDA, അങ്ങനെയാണ്. അതെ. അത് എത്രത്തോളം പോകുന്നുള്ളതനുസരിച്ചിട്ട് 3 പേർക്കും അഡ്വാൻറ്റേജാ. നിലവിലുള്ള പെർസെൻറ്റേജ് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് കൂടും. ആർക്കാണ് മെച്ചപ്പെടുന്നത്? നിലവിൽ UDFനാണ് എഴുതിയിരിക്കുന്നത്. അല്ല, LDFന് 1%. പിറവം LDF 38, UDF 42, NDA 16. 4%. മൂവാറ്റുപുഴ LDF 39, UDF 42, NDA 15. കോതമംഗലം LDF 41, UDF 39, NDA 17. കോതമംഗലം ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു മണ്ഡലമാണ് LDFന്. എനിക്ക് തോന്നുന്നു കോതമംഗലവും ആന്റണി ജോൺ കോതമംഗലവും മറ്റേ പെരുമ്പാവൂരും വെച്ച് മാറും ചിലപ്പോൾ സ്ഥാനാർത്ഥി. എനിക്ക് അങ്ങനെ ഒരു സാധ്യത. കോതമംഗലത്ത് നിലവിലെ MLA ആന്റണി ജോൺ അത്ര ഉണ്ട് ശ്രദ്ധേയനാണ്. LDF എറണാകുളത്ത് ആകെ 5, UDF 9. 5 എന്ന് പറയുന്നത് ഈ 1% ചേർത്ത്. അതെ. ഇടുക്കി ദേവികുളം LDF 36, UDF 42, NDA അതിൽ 19. ദേവികുളം നിലവിൽ LDF രാജേന്ദ്രൻ മാറിയത് എങ്ങനെയെന്നുള്ള സ്വാധീനിക്കുന്നത് എങ്ങനെയെന്നുള്ള പ്രധാന രാജേന്ദ്രന്റെ മാറ്റം എന്തായാലും റിസൾട്ടിനെ ബാധിക്കും. ഉടുമ്പൻചോല LDF 42, UDF 39, NDA 16. 3% ഉള്ളൂ. അത് പോരാ. 3%. ഉടുമ്പൻചോല ഇപ്പം MM മണി നിൽക്കുമ്പോൾ ഉണ്ടാകുന്നതായിരിക്കുമല്ലോ സ്ഥാനാർത്ഥി മാറുമ്പോൾ. പുള്ളി അടിത്തറ ഉണ്ടാക്കിയിട്ടുണ്ട്. തൊടുപുഴ LDF 35, UDF 45, NDA 16. ഇടുക്കി LDF 44, UDF 40, NDA 13. ഇടുക്കിയിൽ റോഷി അഗസ്റ്റിൻ. പീരുമേട് LDF 38, UDF 40, NDA 18. UDF ജയിക്കുമെന്നാണ് പൊതുവിൽ. പക്ഷേ NDA ഇടുക്കിയിൽ വലിയ സ്വാധീന ശക്തിയായിട്ട് മാറുന്നു. 20% വോട്ട്. കേരളത്തില് ഏറ്റവും കൂടുതൽ കമ്മ്യൂണൽ കൺസോളിഡേഷൻ നടക്കുന്ന ഒരു ജില്ല ഇടുക്കിയാണ്. അത് നമ്മള് കണ്ടില്ലെന്ന് അടിച്ചിട്ട് കാര്യം. ഒന്ന്, ഇടുക്കി ജില്ലയിൽ LDFന് 3, LDFന് 2, UDFന് 3. നിലവിൽ ഇല്ല. UDFന് ഇല്ല അല്ലേ? നിലവിൽ UDFന് ഇടുക്കിയിലൊന്നും ഇല്ല. NDA വോട്ട് ശതമാനം വലിയ രീതിയിൽ ഉയർത്തിയിട്ടുണ്ട്. ശരാശരി ഒരു 16% ഒരു മണ്ഡലത്തിൽ NDAക്ക് കിട്ടും. അവിടെ ഈ അപരത്വം എന്ന് പറയുന്നത് മനഃപൂർവ്വം ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് ഞാൻ കുറെ കാലം അവിടെ ഉണ്ടായിരുന്നുണ്ട്. 2 കൂട്ടരും പറയുന്ന അവരാണ് മൊത്തം കൊണ്ടുപോകുന്നത്. കോട്ടയത്ത് എനിക്ക് ചങ്ങനാശ്ശേരി ആദ്യം പറഞ്ഞു തരണം. കാരണം പണ്ട് ചങ്ങനാശ്ശേരി ഒരു കടുത്ത UDF മണ്ഡലമാണെന്നൊക്കെ കരുതി CF തോമസ് ജയിച്ച സ്ഥലം ആണ്. പക്ഷേ ജോബ് മൈക്കിളാണ് അവിടുത്തെ MLA.
കഴിഞ്ഞ തവണ ചങ്ങനാശ്ശേരിയിൽ വലിയ ജനകീയതയുണ്ടായിരുന്നു. നോക്കിയാണ് അത്ര. ചങ്ങനാശ്ശേരി LDF 43, UDF 38, NDA 16. അപ്പോൾ ശരിയാണ് അത് സംഗതി. അതെനിക്കറിയണം എന്നുണ്ടായിരുന്നു. കാരണം അയാൾക്ക് ചങ്ങനാശ്ശേരിയിൽ ആരോട് ചോദിച്ചാലും പഴയ കേരള കോൺഗ്രസ്സുകാരനാണ്, ആയിരുന്നു, എനിക്കറിയാം. UDF-ലോടൊപ്പം നിന്ന ആളാണ്. പക്ഷെ അയാൾ വ്യക്തിപരമായി CF തോമസ് ദീർഘകാലം ജയിച്ച മണ്ഡലമാണ്. കഴിഞ്ഞ തവണയാണ് CF തോമസിന്റെ അടുത്ത ആളായിരുന്നു അത് തോന്നുന്നു. തന്നെ അത് തന്നെ അത് തന്നെ. പാല LDF 41, UDF 43, NDA 13. ഇന്ന് മുന്നണി മാറ്റത്തെ സംബന്ധിക്കുന്ന ചർച്ചയൊക്കെ ഇപ്പോൾ പ്രസക്തമായി അവിടെ എന്നാണ് അവിടെ പൊതുവെ. ഒന്ന് കാപ്പൻ ഉണ്ടാക്കി, ഒരു എഫക്റ്റ് ഉണ്ട്. അയാളുണ്ടാക്കി. ഉണ്ട്. രണ്ടാമത് ഈ കേരള കോൺഗ്രസ് മാണിക്കകത്ത് തന്നെ വലിയ പരസ്പരം ഒരു സംഘർഷാത്മകതയുണ്ട്. ഉണ്ട്. അവർക്ക് തന്നെ അവരെ ഇഷ്ടപ്പെടാത്ത തരത്തിലാണ് അണികൾ. അങ്ങനെ ഒരു കടുത്തുരുത്തി LDF 39, UDF 44, NDA 14. മോൻസിന്റെ അല്ലേ? വൈക്കം LDF 42, UDF 39, NDA 15. ആശ. വൈക്കം പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ്. വൈക്കം UDF-ന് വേണ്ടി മത്സരിക്കുന്നത് സണ്ണിയം കപ്പിക്കാടാണ് എന്നുള്ളൊരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. അവിടെ CPI അല്ലേ? CPI ആണ്. UDF-ന് വേണ്ടി സണ്ണിയം കപ്പിക്കാട് പാർട്ടി മണ്ഡലമാണ്. ഏറ്റുമാനൂര് LDF 41, UDF 40, NDA 15. ഏറ്റുമാനൂർ ഇപ്പോൾ പ്രവചനാതീതമാണ്. മണ്ഡലം പ്രവചനാതീതമാണ്. കാരണം നമ്മളിനി വെയിറ്റ് ചെയ്തിരിക്കുന്ന ചില അത്ഭുതങ്ങൾ സംഭവിക്കുമെങ്കിൽ 1% വളരെ മന്ത്രിയായിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് വളരെ കൊണ്ട് അത്ഭുതങ്ങളിൽ ഏതെങ്കിലും സംഭവിച്ചാലേ അവിടെ പുതുപ്പള്ളി LDF 38, UDF 43, NDA 15. കാഞ്ഞിരപ്പള്ളി LDF 41, UDF 40, NDA 14. 41, 1%. സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ അല്ല, അത് ഇവിടെ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ കാഞ്ഞിരപ്പള്ളി അല്ലല്ല, അത് പൂഞ്ഞാറാ. സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ പൂഞ്ഞാറാണ്. കാഞ്ഞിരപ്പള്ളിയിൽ പ്രൊഫസർ N. ജയരാജ്, നാരായണ ഗ്രൂപ്പ് സാറിന്റെ മകൻ N. ജയരാജ്. പൂഞ്ഞാറ് LDF 35, UDF 37, NDA 23. NDA 23 എന്ന് പറയുമ്പോൾ PC ജോർജ് ഫാക്ടർ നിലവിലുണ്ടെന്ന്. പൂഞ്ഞാറ് UDF-നാണോ? UDF-നാണ് 2%. NDA 23. കോട്ടയത്തെ ഏറ്റവും കൂടുതൽ. ഷോൺ ജോർജ് എന്താണെന്നുള്ളത് കണ്ടറിയണം. ഷോൺ പാലയാണ് മത്സരിക്കുന്നത്. 33%. അത് വലിയ വലിയ വ്യത്യാസമുള്ളതല്ലേ. പ്രത്യേകിച്ച് ഒരു ക്രിസ്ത്യൻ ബെൽറ്റിനെ സംബന്ധിച്ച് കോട്ടയം പോലെ. ആലപ്പുഴ മാവേലിക്കര LDF 41, UDF 37, BJP 18. അരുൺകുമാർ നല്ല പെർഫോമർ ആയിട്ടുള്ളത്. BJP അവിടെ 18%. അത്യാവശ്യം നല്ല. അല്ല, എങ്കിലും അരുൺകുമാർ ഒരു ഒരു നിർധന കുടുംബമാണ്. അയാളുടെ ജീവിതം ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അയാൾ കായംകുളമാണ് ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ള റിസൾട്ട്. LDF 33, UDF 32, BJP NDA 32 ആണ് അവിടെ. കായംകുളം കഴിഞ്ഞ ശോഭാ സുരേന്ദ്രൻ വന്നാൽ ജയിക്കുമെന്ന് പ്രതീതിയുണ്ടായൊരു 1%. എനിക്ക് തോന്നുന്നു രണ്ടാം സ്ഥാനം 2 പേർക്ക്, NDAക്ക് UDF-ന് 32. പ്രതിഭാഹരിയെ സംബന്ധിച്ചുള്ള ചർച്ചകളും ഒക്കെ അതിനകത്ത് പ്രധാനപ്പെട്ട പാർട്ടിക്കകത്തുള്ള സംഘർഷങ്ങളും എല്ലാം പ്രധാനം. അവിടെ എനിക്ക് തോന്നുന്നു നിലവിലുള്ള MLA-ക്ക് ഉള്ളൊരു ആന്റി ഇൻകംബൻസി ഉണ്ട്, പ്രതിച്ഛായ കുറവും ഉണ്ട് അവിടെ. LDF-ന്റെ ആശയല്ലേ? അല്ല, പ്രതിഭാഹരിയാണ്. ഹരിപ്പാട് LDF 36, UDF 39, NDA 19. രമേശ് ചെന്നിത്തല. ചെങ്ങന്നൂര് 37 LDF, UDF 34, NDA 26. ചെങ്ങന്നൂർ NDA വ്യക്തമായിട്ടുള്ളൊരു വളർച്ച കാണിക്കുന്നുണ്ട്. 3% കാണിക്കുന്നത്. തിരുവല്ല അല്ല, ചെങ്ങന്നൂര്. ആലപ്പുഴ LDF 42, UDF 39, NDA 16. അമ്പലപ്പുഴ LDF 40, UDF 38, NDA 19. ചേർത്തല LDF 41, UDF 39, NDA 17. അരൂര് LDF 43, UDF 39, NDA 15. കുട്ടനാട് LDF 37, UDF 41, NDA 18. തോമസ് അല്ലേ? അതെ. ആകെ LDF 7, UDF 2 എന്നുള്ളതാണ് ആലപ്പുഴയിലെ നില. പത്തനംതിട്ട നേരത്തെ 9-0 ആയിരുന്നു. അല്ല, ഹരിപ്പാട് മാത്രമല്ല, ഹരിപ്പാട് മാത്രമാണ്. ഇപ്പൊ എത്ര? 2 സീറ്റ്. 10-2 അല്ല, 10-2 അല്ല, 9-2. കുട്ടനാട് കൂടി. പത്തനംതിട്ട കോന്നി LDF 35, UDF 34, NDA 27. പ്രധാനപ്പെട്ടതാണ്. ജനീഷ് കുമാർ അല്ലേ? സ്ഥാനാർത്ഥി പ്രധാനമാണ്. പത്തനംതിട്ട റാന്നി 27%. കോന്നിയിൽ റാന്നി
LDF 40, UDF 38, NDA 19. പ്രമോദ് നാരായണൻ. അതെ. അടൂര് LDF 39, UDF 37, NDA 21. ആറന്മുള LDF 42, UDF 38, NDA 16. തിരുവല്ല LDF 40, UDF 43, NDA 14. തിരുവല്ലയില് UDFന് 3% വ്യത്യാസം. തിരുവല്ല മാത്യു ടി മാത്യു ടി തോമസിന്റെ തോമസിന്റെ. പത്തനംതിട്ട അപ്പോൾ LDF 4, അതെന്താണ് തിരുവല്ലയിൽ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്? സംഭവിച്ചെന്ന് പറഞ്ഞാൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ UDF സ്ഥാനാർത്ഥി തന്നെയല്ല. ഇപ്പം മാത്യു ടി തോമസ് കുറെ കാലമായിട്ട് അങ്ങനെയുണ്ടല്ലോ. കുറെ കഴിയുമ്പോൾ അങ്ങനെ ഒരു മടുപ്പ് വരും. മനുഷ്യരങ്ങനെ പലതരത്തിൽ ഏത് സ്ഥാനാർത്ഥിയായാലും അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു പോയ വളരെ കുറച്ച് പേരേ ഉള്ളൂ. ആയിരുന്നു മാത്യു ടി തോമസ്. അല്ല, അതിൽ പോയി രക്ഷപ്പെട്ടു പോയ വളരെ കുറച്ച് പേരേ ഉള്ളൂ. ഈ മടുപ്പ് ബാധിക്കാതെ പോയത് മടുപ്പ് നമുക്ക് തന്നെ. കൊല്ലം ചടയമംഗലം LDF 48, UDF 38, NDA 12. ചടയമംഗലം കടക്കലൊക്കെ ഉൾപ്പെടുന്നു. പത്തനംതിട്ട ഇപ്പം എത്ര വന്നു? പത്തനംതിട്ട നിലവിൽ വന്നിരിക്കുന്ന LDF 4, UDF 1. ഇവിടെ 5 LDF-നായിരുന്നു. അതെ. കൊല്ലം ചാത്തന്നൂര് പ്രത്യേകത LDF-ന് 36, UDF-ന് 26, NDA 34. കാരണം BJP-യുടെ BJP രണ്ടാം സ്ഥാനം. രണ്ടാം സ്ഥാനത്ത് വെച്ചാൽ കഴിഞ്ഞ 2 തവണയും BJP രണ്ടാം സ്ഥാനത്തായിരുന്നു. അതോടൊപ്പം തന്നെ ജില്ലാ പ്രസിഡന്റായിരുന്ന താരതമ്യേന ജനകീയനായിട്ടുള്ളൊരു വ്യക്തിയാണ് പൊതുവിൽ സ്ഥാനാർത്ഥി. SNDP-യുടെ നേതാവായിട്ടുള്ള SNDP ഗോപകുമാർ ജനകീയനായിട്ടുള്ള അധ്യാപകനായിരുന്നു. അപ്പോൾ അതെനിക്കൊന്നൊരു വലിയ മത്സരമുണ്ട്. CPI-യുടെ മണ്ഡലമാണ്. അപ്പോൾ അത് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചും വിമർശനങ്ങളുണ്ട്. ജയലാലിനെ സംബന്ധിച്ച് വലിയ വിമർശനങ്ങളുണ്ട്. ആളുകളെ എതിർത്തുകൊണ്ടിരിക്കുന്നു. കാരണം 3 ടേം കഴിഞ്ഞു. അതിൽ തന്നെ ഇടയ്ക്ക് അഴിമതി ആരോപണം വന്നിരുന്നു. ആശുപത്രി കേസ് വന്നിരുന്നു. കുണ്ടറ LDF 39, UDF 42, NDA 15. കുണ്ടറ എനിക്കൊന്ന് കഴിഞ്ഞ തവണ UDF പിടിച്ച കൊല്ലത്തെ മണ്ഡലമാണ്. അത് തുടരും എന്നുള്ളതാണ് അറിയപ്പെടുന്നത്. വിഷ്ണുനാഥ്. ഇരവിപുരം LDF 42, UDF 38, NDA 17. 4% വ്യത്യാസമാണ്. പുനലൂര് LDF CPI-യുടെ 46, UDF 40, NDA 11. കൊല്ലം എനിക്കൊന്ന് പ്രധാനപ്പെട്ടൊരു മണ്ഡലം. 40 LDF UDF-ഉം NDA 16. NDA കോർപ്പറേഷനിൽ വലിയ ഇരട്ടിയോളം വളർച്ച നേടി. പക്ഷെ ആ വളർച്ച ഇതിൽ കാണുന്നില്ല. കോർപ്പറേഷനിൽ ഇരട്ടിയോളം സീറ്റ് നേടി. പോളറൈസേഷൻ ഓഫ് വോട്ട്സ്. എനിക്കതിൽ വളരെ കൗതുകകരമായിട്ട് തോന്നിയൊരു കാര്യം, ഇപ്പോൾ കൊല്ലം കോർപ്പറേഷൻ മുസ്ലിം ഭൂരിപക്ഷ കോർപ്പറേഷൻ അല്ല. ചെറിയ പോക്കറ്റ് പോലെ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവര് പക്ഷെ UDF പ്രൊജക്ട് ചെയ്തു ഇന്ന ആളാണ് മേയർ ഇന്ന ആളാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ. അത് കേരളത്തിൽ അത് അപൂർവമാണ്. കേരളത്തിൽ UDF-നെ സംബന്ധിച്ച് വളരെ അപൂർവമാണ് അങ്ങനെ. പക്ഷെ അവിടെ കിട്ടിയെന്ന് പറയുമ്പോൾ അതാണ് ഞാൻ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ കമ്മ്യൂണലിനപ്പുറമാണ് മനുഷ്യന്റെ. കൊല്ലത്തെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചും വലിയ ചർച്ചകൾ ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട് LDF-ന്റെ. പിന്നെ മുകേഷിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ, മുകേഷിന് വലിയ എതിർപ്പുണ്ട്. അപ്പം മുകേഷ് തവണ സ്ഥാനാർത്ഥിയാവൂല എന്നാണ്. കൊട്ടാരക്കരയും ഒരു പ്രധാനപ്പെട്ട മണ്ഡലമാണ്. പ്രത്യേകിച്ച് ഐഷ പോറ്റി UDF-ന്റെ ഭാഗമായ ഇലക്ഷൻ സ്വീപ്പിംഗ് മെജോറിറ്റിയിലാണ് ജയിച്ചത്. ഇപ്പൊ LDF-ന് അനുകൂലമായിരുന്നു തദ്ദേശം. നല്ല മെജോറിറ്റി. ഇവര് വരുന്നതിന്റെ അതെന്തായോ എന്നുള്ള പ്രധാനപ്പെട്ടാണ്. കൊട്ടാരക്കര LDF 41, UDF 37, NDA 17. 4% വ്യത്യാസമാണ് കാണിക്കുന്നത്. മന്ത്രി എന്ന നിലയിലുള്ള പെർഫോമൻസ് ഒക്കെ മികച്ചതായിരുന്നു. ചവറ 42, സുജിത്ത് വിജയംപിള്ള. സുജിത്തിന് നല്ല അഭിപ്രായമുണ്ട്. പൊതുവിൽ നല്ല അഭിപ്രായം. പക്ഷേ 2% വ്യത്യാസമേ കാണിക്കുന്നുള്ളൂ. UDF 40, 2% വ്യത്യാസമാണുള്ളത്. കാരണം ഇപ്പോഴത്തെ പിന്നെ ഷിബു ബേബി ജോണിനെ സംബന്ധിച്ച് ജീവൻ മരണ പോരാട്ടമാണ്. പൊളിറ്റിക്കൽ എക്സിസ്റ്റൻസിനെ നിർണ്ണയിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് തരത്തിലും ജയിക്കേണ്ടത്. മാത്രമല്ല RSPയുടെ ഏക ഒരു മത്സരിക്കാൻ പറ്റുന്ന മണ്ഡലം അദ്ദേഹത്തെ സംബന്ധിച്ച് പ്രധാനമാണ്. പത്തനാപുരം LDF 43, UDF 39, NDA 15. ഗണേഷ് കുമാറിന്. കുന്നത്തൂര് LDF 41, UDF 41, NDA 13. എനിക്ക് തോന്നുന്നത് സ്ഥാനാർത്ഥിയുടെ പ്രധാന ഘടകമാണ്. കോവൂർ കുഞ്ഞുമോൻ ഇത്തവണ ഉല്ലാസ്കോവൂരുമാണ് കഴിഞ്ഞ തവണ മത്സരിച്ചത്. മാർജിൻ കുറഞ്ഞു. വളരെ സഹോദരങ്ങൾ തമ്മിലുള്ള മൂന്നാമത്തെ മത്സരമായിട്ട് മാർജിൻ വളരെ കുറഞ്ഞു. മാത്രമല്ല ഇപ്പൊ ഒരു സെന്റിമെന്റ്സ് വർക്കൗട്ട് ആവുന്നുണ്ട്. മാത്രമല്ല പിന്നെ പുള്ളിക്കാരനെ സംബന്ധിച്ച് വിമർശനങ്ങളുണ്ട്, സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് വിമർശനങ്ങളുണ്ട്. കുഞ്ഞുമോൻ ഇപ്പോൾ 6 തവണ MLA. അതെ. പുള്ളിക്കാരൻ മന്ത്രിയാക്കാത്തതിൽ പരിഭവം പറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. 41. അത് ഒരു വലിയ മത്സരം ഉണ്ട് എന്നുള്ളതാണ്. കരുനാഗപ്പള്ളി UDF-ന്റെ ഉറച്ചൊരു മണ്ഡലമായിട്ടാണ് കാണിക്കുന്നത്. CR മഹേഷ് 45, LDF 38 കാണിക്കുന്നത്. 7%. CR മഹേഷ് ജനകീയനാണ്. ആളുകൾക്ക് അടിത്തട്ടിൽ വളരെ ബന്ധമുള്ള ഒരാളാണ്. കൊല്ലം 7, 2, ടൈ 2. എനിക്കൊന്ന് ടൈ മാറി അറിയാമല്ലോ. LDF 7, UDF 2, ടൈ 2. അവസാനത്തെ ജില്ല തിരുവനന്തപുരം. അതാണ് പ്രധാനം. സത്യത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ കൂടുതൽ സീറ്റ് കിട്ടുന്ന കക്ഷികളാണ് എല്ലാ കാലത്തും അങ്ങനെ വരുന്നത്. അതെ. പാറശാല LDF 40, UDF 40, NDA 14.
ടൈയാണ് കാണിക്കുന്നത് നിലവിൽ. ഹരീന്ദ്രനല്ലേ? നിലവിൽ ഹരീന്ദ്രനാണ്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല സർവേ എങ്ങനെ 40 14. അല്ല, അതിന് എന്താ ഘടകങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ ഇപ്പൊ കത്തോലിക്ക സഭയുടെ നിലപാട് എന്താണെന്നുള്ളത്. പക്ഷെ ഹരീന്ദ്രൻ ശരിയാ, പക്ഷേ സാമുദായിക അതൊന്നും അല്ല. നമ്മൾ ചിലപ്പോ എനിക്ക് തോന്നുന്ന കുറച്ചു കാലം കൊണ്ട് തീരദേശം കത്തോലിക്ക സഭ പൊതുവെ ഒരു നെയ്യാറ്റിൻകര LDF 43, UDF 40, NDA 14. 3% വ്യത്യാസത്തിൽ. അരുവിക്കര LDF 45, UDF 42, NDA 10. 3% വ്യത്യാസമാണ് അരുവിക്കരയെ കാണിക്കുന്നത്. നെടുമങ്ങാട് LDF 41, UDF 38, NDA 18, 3%. നിയമം എനിക്ക് തോന്നുന്നു BJPയുടെ ക്ലാസ് മണ്ഡലമാണ്. രാജീവ് ചന്ദ്രശേഖരൻ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ച മണ്ഡലമാണ്. അവിടെ LDFും NDAയും ടൈ ആണ് കാണിക്കുന്നത്. 36-36, UDF 23. വളരെ പിറകിലാണ് നിയമത്തിൽ കാണിക്കുന്നത്. മാത്രമല്ല BJPക്ക് വിന്നബിൾ ആയിട്ടുള്ളൊരു സ്ഥലമായിട്ട് 36 എന്ന് പറയുന്നത് വളരെ വലിയ ശതമാനമാണ്. മാത്രമല്ല എനിക്കൊന്ന് സ്റ്റേറ്റ് മെഷീനറി മുഴുവൻ കേന്ദ്രീകരിക്കാൻ പോകുന്ന ഒരു മണ്ഡലമായിരിക്കും. കംഫർട്ടബിൾ സോൺ ആണ് അത്. സ്ഥാനാർത്ഥി നിർണയം പ്രധാന പ്രശ്നമാണ് LDFന്. അതോടൊപ്പം തന്നെ എനിക്കൊന്ന് കോർപ്പറേഷനിലെ വിജയം നൽകുന്ന ഒരു ഊർജ്ജവും അവരെ സംബന്ധിച്ച് പ്രധാനമായിരിക്കും. ഭയങ്കര ബാക്കപ്പ് ആയിരിക്കുമല്ലോ. കാട്ടാക്കട LDF 38, UDF 36, NDA 22. NDA 22 ആയിട്ട് കാട്ടാക്കട IB സതീശൻ 2% വ്യത്യാസമേ കാണിക്കുന്നുള്ളൂ. തിരുവനന്തപുരം സെൻട്രൽ എനിക്ക് തോന്നുന്നത് സ്ഥാനാർത്ഥി പ്രധാനപ്പെട്ട ഒരു ഘടകമായിരിക്കും LDFനെ സംബന്ധിച്ച്. അതിൽ LDFിൽ 32, UDF 33, NDA 30. തിരുവനന്തപുരം സെൻട്രലിൽ ഘടകകക്ഷിക്ക് കൊടുക്കുമെന്നുള്ളത് 3 കക്ഷികളും തുല്യമാണ്. മാത്രമല്ല UDFനാണ് 1%. പക്ഷേ വളരെ എനിക്ക് തോന്നുന്നു ആന്റണി രാജുവിന് പകരമായിരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട എങ്കിലും മത്സരം തിരുവനന്തപുരം സെൻട്രൽ ആയതുകൊണ്ട് തന്നെ വേറൊരു മനഃശാസ്ത്രമായിരിക്കുമല്ലോ. വേറൊരു അർബൻ ഏരിയ ആണ്. വട്ടിയൂർക്കാവ് LDF 40, UDF 21, NDA 37. 2ാം സ്ഥാനത്ത് NDA ആണ്. 17%. എങ്കിലും കഴിഞ്ഞ തവണയും VK പ്രശാന്തിന് താഴെ VV രാജേഷ് 3% ഇപ്പം 3% വ്യത്യാസമേ ഉള്ളൂ. വട്ടിയൂർക്കാവ് 40-37 ആണ്. പിന്നെ എനിക്ക് കംഫർട്ടബിൾ ആയിരിക്കും വട്ടിയൂർക്കാവ് നിയമമാണ് അവരെ സംബന്ധിച്ച് പക്ഷേ പ്രശാന്തിന് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരിക്കാൻ കഴിയും. പ്രത്യേകിച്ച് UDFന്റെ സ്ഥാനാർത്ഥി ഒരു ബെറ്റർ കാൻഡിഡേറ്റ് UDFന് വരികയാണെങ്കിൽ കുറച്ചുകൂടെ LDFന്റെ വിജയം കുറച്ചുകൂടി എളുപ്പമാവും. എനിക്ക് ശ്രീലേഖ IPS തന്നെ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ പ്രശാന്തിന് കുറച്ചുകൂടി എളുപ്പമാകാനാണ് സാധ്യത. അല്ല, ഞാൻ പറഞ്ഞ UDFന്റെ സ്ഥാനം. കോവളം LDF 37, UDF 40, NDA 18. UDFന്റെ മണ്ഡലം. മാമനപുരം LDF 41, UDF 38, NDA 18. DK മുരളിക്ക് 3% കാണിക്കുന്നത്. കഴക്കൂട്ടവും എനിക്ക് തോന്നുന്നു NDAയുടെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലം. LDF 37, UDF 24, NDA 35. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 2% വ്യത്യാസമാണ് LDFും NDAയും തമ്മിൽ കാണിക്കുന്നത്. കഴക്കൂട്ടം അവരൊരു ബെൽറ്റാണ്, നോട്ടം വെക്കുന്ന ഒരു മണ്ഡലമാണ്. എനിക്ക് മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മണ്ഡലാടിസ്ഥാനത്തിലുള്ള ഭൂരിപക്ഷത്തിൽ 1ാം സ്ഥാനത്ത് എത്തിയത് BJP NDA. അവിടെ ആറ്റിങ്ങിലും 1ാം സ്ഥാനത്ത് BJP ആയിരുന്നു. വർക്കല LDF 40, UDF 37, NDA 20. നേരത്തെ നമ്മൾ സ്വാധീനം കാരണം ഇടയ്ക്ക് BDJSന് വലിയ സ്വാധീനം ഉണ്ടായിരുന്നു. BDJS അവിടെ വലിയൊരു ഫാക്ടർ ആയിരുന്നു. എനിക്ക് മാത്രം 3% വ്യത്യാസത്തിൽ LDF എന്നുള്ള നിലയിൽ 2 ആറ്റിങ്ങലുണ്ട്. ആറ്റിങ്ങൽ BJPയുടെ ഒരു പ്രധാനപ്പെട്ട ക്ലാസ് മണ്ഡലം. LDF 37, UDF 27, BJP 33, NDA 33%. മാത്രമല്ല എനിക്ക് റിസർവേഷൻ മണ്ഡലമാണ്. ചിറയൻകീഴ് LDF 37, UDF 37, NDA 22. ഞാൻ പറഞ്ഞില്ലേ, അതിൽ NDAയുടെ ഫാക്ടർ വലുതാണെന്നതുപോലെ തന്നെ പ്രധാനം രണ്ടും തുല്യമാണ്. സ്ഥാനാർത്ഥി നിർണ്ണയം വളരെ പ്രധാനം. തിരുവനന്തപുരം 10-2 ആണ്. ടൈ 2. ടൈ 2 മാറി മറിയാമെന്ന് വിചാരിക്കുന്നു. മാത്രമല്ല നിയമം ടൈ ആണ്. നമ്മളിപ്പോൾ തിരുവനന്തപുരം സെൻട്രൽ നമ്മൾ സർവേ നടത്തുന്നു. നമ്മളെന്ത് ചെയ്യുന്നു, തിരുവനന്തപുരം നഗരത്തിലാണ് സർവേ നടത്തുക. പക്ഷേ ഏതാണ്ട് 40% വോട്ട് കോസ്റ്റലായിരിക്കും. നമ്മളിത് അർബൻ മണ്ഡലം എന്നുള്ള മട്ടിലല്ലേ നമ്മൾ കാണുന്നത്. പക്ഷെ അല്ല, അങ്ങനെയുള്ള വ്യത്യാസം അല്ല. തിരുവനന്തപുരം സെൻട്രലിലെ സർവേ എനിക്ക് കൂടുതൽ കോസ്റ്റലിലായിരിക്കും നടത്തിയിട്ടുള്ളത്. കാരണം അല്ലെങ്കിൽ നഗരത്തിലാണ് നടത്തിയിരുന്നതെങ്കിൽ അവിടെ വിജയസാധ്യത NDAക്ക് സാധ്യത. ഞാൻ പറഞ്ഞ എന്തായാലും അങ്ങനെ ഇംബാലൻസ് വരും. അപ്പോൾ ഒരു 3% താഴെ മാത്രം മാർജിനുള്ള മണ്ഡലങ്ങൾ എന്തായാലും 9 സീറ്റുകൾ LDFന് കിട്ടും.